മോഹൻലാൽ ഒരിക്കലും അത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ഈ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് 8-ാം പ്രതിനെ വെറുതെ വിട്ടിട്ടില്ല. ഒരു കാര്യം കോടതി സമ്മതിച്ചല്ല, പ്രോസിക്യൂഷൻ കുറെ തെളിവുകൾ ഹാജരാക്കി. ഞങ്ങളെ സംബന്ധിച്ച് അത് ബെസ്റ്റ് തെളിവുകൾ തന്നെയാണ് കോൺസ്പിറസിയിൽ. ആ ശിക്ഷ ഈ കേസിൽ കൊടുക്കാതിരുന്നതിലാണ് എനിക്ക് പ്രയാസം. ഗോവയിൽ വെച്ച് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ആ പെൺകുട്ടിന് പിന്നെയും എതിർപക്ഷത്തുള്ള ആൾക്കാർ എന്തോരം സൈബർ ആക്രമണം നടത്തണം. മരിക്കണമെങ്കിൽ അങ്ങോട്ട് മരിക്കട്ടെ, നല്ല മരണം കിട്ടൂലേ? ലോകം മുഴുവൻ ഈ ഒരു ആവശ്യത്തിനോട് ഞാൻ മരിച്ചാലും ഞാൻ അങ്ങനെ ചിന്തിച്ചു. എത്രയോ ഭീഷണിക്കത്തുകൾ എൻ്റെ ചോർച്ചൊക്കെ ഞാൻ പോലീസുകാരുടെ കൊടുത്തു. ഞാൻ ദിലീപിനെതിരായിട്ട് നിന്നിട്ടില്ല. ദിലീപിനെതിരായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ എന്താ, വ്യക്തി എന്ന നിലയിൽ അയാളുടെ ഒന്നും ഞാൻ ഇത് ചെയ്തിട്ടില്ല. ദിലീപിൻ്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ ഇല്ലേ, ആ പ്രൊമോഷൻ 10-250 ഇത് വെച്ചിട്ടാണ് ആൾ ചെയ്യുന്നത്. എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കൂടി ഉപയോഗിക്കുന്നത് ഇവരെയാണ്. മനസ്സിലായ? ഓട്ടോറിക്ഷയ്ക്ക് എൻ്റെ കാര്യത്തിൻ്റെ മേഡം. ഇന്ന് ഈ പൾസർ സുനിയെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരാൾ കാരണം കൊണ്ടാണെന്ന് എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും. അതിജീവിതയുടെ കൂടെ ഞാൻ മരണം വരെ ഉണ്ടാവും. ആള് അവിടെ വന്നപ്പോൾ തന്നെ ലഡു ഉണ്ടായിരുന്നു. ഈ കുട്ടി അനുഭവിച്ച 8 വർഷത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ വേദന അത് ഈ കുറ്റകൃത്യം ചെയ്ത മനുഷ്യർ മനസ്സിലാക്കണം. ഇവിടെ പ്രോസിക്യൂഷന് തെളിവുകൾ ഹാജരാക്കുന്നതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അതിനോട് എന്താണ് അപ്പോൾ പറയാനുള്ളത്? ഒരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയില്ല. പക്ഷെ ഒരു കാര്യം കോടതി സമ്മതിച്ചല്ല, പ്രോസിക്യൂഷൻ കുറെ തെളിവുകൾ ഹാജരാക്കി അല്ലേ? ആ തെളിവുകൾ കോടതിക്ക് സ്വീകാര്യമായിരുന്നോ ഇല്ലയോ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് അത് ബെസ്റ്റ് തെളിവുകൾ തന്നെയാണ് കോൺസ്പിറസിയിൽ. കോടതി അത് പറയണത് കോടതിക്ക് അത് സ്വീകാര്യമായില്ല. അടുത്ത കോടതിയിൽ നമ്മൾ പറയും, ആ കോടതി സ്വീകാര്യമാണോ എന്ന് നോക്കാം. അല്ലെങ്കിൽ അതിനേലും നല്ല കോടതിയില്ലേ, അവിടെ നമ്മൾ പോകും. ഇതല്ലേ നമുക്ക് വഴിയുള്ളൂ. അപ്പൊ ഈ കോടതി അങ്ങനെ പറഞ്ഞു, ഈ കോടതിനെ ഞാൻ ചീത്ത പറയേണ്ട കാര്യമില്ല. പക്ഷെ കോടതി ചില കാര്യങ്ങളിൽ എനിക്കൊട്ട് പറയാതിരിക്കാനും പറ്റില്ല, ശിക്ഷ നടപ്പിലാക്കിയതിന്റെ കാര്യത്തിൽ. അത് അവൾക്കൊപ്പം നിന്ന് ആരും തന്നെ ആ ശിക്ഷയിൽ അല്ലെങ്കിൽ ആ ശിക്ഷാവിധിയിൽ ദിലീപ് പോലും തൃപ്തരായിരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ദിലീപ് 19-ാം തീയതി പറഞ്ഞത് എന്താ, 19-ാം തീയതി ഈ സംഭവം നടന്ന 17, 18 കഴിഞ്ഞ് 19-ാം തീയതി ഡർബാർ ഹാൾ കമ്മിറ്റി പറഞ്ഞതിന് നമ്മുടെ വീട്ടിലെ ഒരു പെൺകുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവരുന്നല്ലേ. അപ്പൊ ആ ശിക്ഷയിൽ അവര് പോലും തൃപ്തരായിരിക്കും എനിക്ക് തോന്നുന്നില്ല. ജുനയുടെ കാര്യത്തിൽ എന്താ, അവൻ 8 കൊല്ലം കിടന്നു. ഇല്ല, അങ്ങനെ വരില്ല. ജയിൽ കലണ്ടർ അനുസരിച്ച് 10 വർഷം കിടന്നു. ഇനി 10 വർഷം, അതിലും ഈ പറഞ്ഞ ജയിൽ കലണ്ടർ വരുമ്പോൾ അവന് 7 വർഷം 6 വർഷം കിടക്കേണ്ടി വരും, 8 വർഷം കിടക്കേണ്ടി വരില്ല. പരോളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവില്ലേ. അതുകൊണ്ട് നീ ഒരു വിധിയിലും അല്ലെങ്കിൽ ഈ മെയിൻ കൾപ്രിറ്റിനെങ്കിലും രാജ്യം കാത്തിരുന്ന ഈ കേസിൽ, അതാണ് ഞാൻ മറ്റേ സൗമ്യ കേസിന്റെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സൗമ്യ കേസിൽ മർഡറിന് ശിക്ഷ ഒഴിവാക്കിയെങ്കിലും, അതായത് അയാളെ കൊന്നു കളഞ്ഞെന്ന് വിചാരിക്കും, ആ ശിക്ഷ അപര്യാപ്തവും. അയാളെ ഈ ലോകത്തിൽ നിന്ന് വേളൊന്നും അറിയണില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഏകാന്ത തടവിൽ മരണം വരെ ആണ് 376 തെളിഞ്ഞു കഴിഞ്ഞപ്പോ. അത് കൂട്ടബലാത്സംഗം പോലും ഇല്ല, അയാൾ ഒറ്റയ്ക്ക് ചെയ്ത കേസിലാണ്. മനസ്സിലായ? ആ ശിക്ഷ ഈ കേസിൽ കൊടുക്കാതിരുന്നതിലാണ് എനിക്ക് പ്രയാസം. ഉത്തരവിനെ ഒന്നും ഞാൻ ചലഞ്ച് ചെയ്യണില്ല, കുറ്റവും പറയണില്ല. കോടതിക്ക് അങ്ങനെ തോന്നിയില്ല, കൊടുത്തില്ല. പക്ഷെ എനിക്ക് പ്രയാസം ഉണ്ടെന്നേ. ഞാൻ ഉറങ്ങിയിട്ടില്ല. നിങ്ങളെന്നെ ആ ദിവസങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. പ്രാന്തിയെ പോലെയായിരുന്നു ഞാൻ. എൻ്റെ കുഴപ്പം കൊണ്ടല്ല, ആ കേസ് നടത്തി ഞാനേ അല്ല. ഞാൻ എന്താ ചെയ്തത് ആ കേസിൽ? അത് ഞാൻ ഈ കേസിൽ ഞാൻ എന്താ ചെയ്തത്? ഈ കേസ് ട്രയൽ, ഞാൻ അന്നും പറഞ്ഞു എനിക്ക് ട്രയൽ കേസിൽ എനിക്ക് വന്നിരിക്കാൻ പറ്റില്ല. കാരണം എനിക്കൊരു ഓഫീസുണ്ട്, ഞാൻ അവിടുത്തെ സീനിയർ അഡ്വക്കേറ്റാണ്. അവിടെ ഞാൻ അതായത് എനിക്കറിയാം എന്തായാലും ഒരു 2 വർഷമൊക്കെ ഈ കേസ് ട്രയൽ മുന്നിൽ പോകും. 3 ഇൻവെസ്റ്റിഗേഷൻ നടന്നതല്ലേ, ഇത്രയധികം സാക്ഷികളില്ലേ. ഈ എല്ലാ ദിവസവും അവിടെ ചെന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീനിയർ വക്കീലിന് സാധിക്കുന്ന കാര്യമാണ്. എൻ്റെ ഓഫീസ് പോകില്ലേ? മനസ്സിലായി? കാരണം അസിസ്റ്റിംഗ് ദ പ്രോസിക്യൂട്ടർ മാത്രമാണ് വിക്ടിം ലോയറിന് പറ്റുള്ളൂ ട്രയലിൽ. നിയമം അറിയാത്തവരാണ് ഇരുന്ന് വെറുതെ അതിജീവിതയുടെ അഡ്വക്കേറ്റ് മോശമായിരുന്നു നീ പറയുന്നത്.
കുറെ പേര് മറ്റ് കേസുകൾ ഇല്ലാത്തത് കൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞ സൈബർ ആക്രമണം കേസ് ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല, എൻ്റെ കമ്മിറ്റ്മെൻ്റ് കൊണ്ടാണ്. എൻ്റെ കമ്മിറ്റ്മെൻറ്റ് മാത്രമായിരുന്നില്ല അതിൽ. സാറ് ഇതിൽ ഞങ്ങൾ ഇത് ആദ്യം കേസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവരോട് ഹൈക്കോടതിയിലെ കേസ് ഞാൻ കൊടുക്കാം, പക്ഷേ ട്രയൽ കോടതിയിലെ കേസ് ഞങ്ങൾ വേറൊരു അഡ്വക്കേറ്റിനെയാണ് തീരുമാനിച്ചത്, അവർ ചെയ്തോളാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് അവർക്കും സൗകര്യം ഇല്ലാണ്ടായപ്പോൾ വേറൊരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചു, അവർ ചെയ്തോളാം. അപ്പം ആ കേസുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഈ ട്രയലിൽ വിക്ടിം ലോയർ പ്രോസിക്യൂട്ടറുമായി നല്ല ബന്ധത്തിലല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ വരും, കേസ് പോകും. മനസ്സിലായി? പ്രോസിക്യൂട്ടർ സപ്പോർട്ട് ചെയ്യണ ആളായിരിക്കണം. അല്ലെങ്കിൽ വിക്ടിം ലോയർ ആയി കഴിഞ്ഞിട്ട് പ്രോസിക്യൂട്ടറുമായി പ്രശ്നത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കേസ് മുന്നോട്ട് പോവില്ല, അവരത് ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് പ്രോസിക്യൂട്ടർ ആണ് അവരുടെ അടുത്ത് വേറെ അഡ്വക്കേറ്റിനെ വേണമെന്ന് പറഞ്ഞ് ആൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു വിക്ടിം ലോയർ വയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം അതിന് വേണ്ടി 1-2 ആൾക്കാരെ സമീപിക്കുക, അവർ സമ്മതിക്കുകയും ചെയ്തതാണ്. ആദ്യത്തെ പ്രാവശ്യം ചെന്നൊരു വക്കീലിനെ കണ്ട ആൾ സമ്മതിച്ചു, പക്ഷെ 2ാമത്തെ ദിവസം വക്കാലത്ത് തിരിച്ചു കൊടുത്തു. പിന്നെയും ഒരു സാറിൻ്റെ ഏറ്റവും അടുത്തൊരാളെ എടുത്ത് കൊടുത്തു, അയാളും ഈ വക്കാലത്ത് തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് സാർ എന്നെ വിളിച്ച് പറഞ്ഞു, മിനി ഏറ്റെടുക്കും മിനി, അല്ലാതെ രക്ഷയില്ല. സാറേ എൻ്റെ ഓഫീസ്, നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് പ്രാധാന്യം എന്താണ്, ഈ കേസിൽ നമ്മൾ പ്രതികളെ ശിക്ഷിക്കണ്ടേ, തന്നെ നഷ്ടമൊക്കെ എനിക്ക് മനസ്സിലാവും, സാറിന് അതിനേക്കാളേറെ നഷ്ടമാണ് കേട്ടോ. ഞാൻ അത്ര വലിയ അഡ്വക്കേറ്റ് അല്ലല്ലോ. ആ സാറ് അജകുമാർ സാർ എന്ന് പറഞ്ഞതേ ഒരുപാട് വലിയ കേസുകൾ നടത്തുന്ന ആളാണ്, ഒരുപാട് വലിയ ക്ലയൻസും പിന്നെ മർഡർ കേസുകളും 376 കേസ് പ്രതികൾക്ക് വേണ്ടി എടുക്കുന്ന വലിയ അഡ്വക്കേറ്റാണ് അദ്ദേഹം. അദ്ദേഹം തിരുവനന്തപുരത്താണ് ആക്ച്വലി ഈ ഒരു കേസിന് വേണ്ടി തന്നെ എറണാകുളത്ത് വന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തിനോട് വീടൊക്കെ ഉണ്ട്, പക്ഷെ ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് ഭാര്യ തിരുവനന്തപുരത്ത്, അദ്ദേഹം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചെടുക്കുകയാണ്. ആ കമ്മിറ്റ്മെൻറ്റ് സാറിനോട് ഞാനും കൂടി പറഞ്ഞിട്ടാണ് സാറ് ഈ പ്രോസിക്യൂട്ടർ ആവുന്നത്. സാർ പറഞ്ഞു ഒരു സാരക്കും പ്രോസിക്യൂട്ടർ ആവില്ല എന്ന് പറഞ്ഞതാണ് ആദ്യം. വേറെ ഒന്നുമില്ല, സാറിന് ആ വർക്കൊക്കെ ഇട്ടിട്ട് പോന്നാൽ സാറിൻ്റെ കക്ഷികളോട് സാർ മറുപടി പറയണ്ടേ. സാർ എത്ര ലക്ഷം രൂപ സാറ് കക്ഷികൾക്ക് തിരിച്ചു കൊടുത്തെന്നറിയണം. എൻ്റെയൊക്കെ ആയിരക്കണക്കിന് ഫീസല്ല സാർ തിരിച്ചു കൊടുത്തത്, സാർ ലക്ഷങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് ഈ കേസിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നത്. അപ്പം എന്നോട് സാറ് പറയാണ് മിനി അത് ചെയ്യ് എന്ന് പറയുമ്പോൾ ഞാൻ എന്നെപ്പോഴും ആളെങ്ങനെയാണ് ഇല്ല എന്ന് പറയാം. ഒരു ഇത്രയും കമ്മിറ്റഡ് ആയിട്ടൊരാൾ ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല എന്ന്. ഞാനങ്ങനെ നിന്നു. അപ്പോൾ ഒരു 12:30 ആകുമ്പോൾ ഞാൻ എൻ്റെ മറ്റു വർക്കുകളൊക്കെ ഒന്ന് സെറ്റാക്കി ഇത് ചെയ്യും. എന്നിട്ട് ഞാൻ 12:30 ആകുമ്പോൾ സാറിൻ്റെ അടുത്ത് പോയിരിക്കും. നമ്മുടെ ചിലപ്പോൾ ചില വർക്കുകളൊക്കെ ആണെങ്കിൽ പകലൊക്കെ ഞാൻ ഒന്ന് മാറി നിൽക്കും. കാരണം രാത്രി ഈ കേസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്ത് പിറ്റേ ദിവസത്തേക്കുള്ളത് നമ്മൾ സെറ്റാക്കുന്നത്. എൻ്റെ എല്ലാ അഭിപ്രായങ്ങളും സാറ് പരിഗണിച്ചിട്ടുണ്ട്. മനസ്സിലായേ? എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ തെളിവുകളെ സംബന്ധിച്ചും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ അസിസ്റ്റൻസ് ആണ് അദ്ദേഹത്തിന് ആവശ്യം, അത് ഞാൻ കൊടുത്തു. ധൈര്യം. സാറ് ഏതെങ്കിലും ദിവസം ഞാൻ വരണ്ടായ സാർ എവിടെയാണെന്ന് ചോദിച്ചു. സാറിന് അതിൽ ഭയങ്കരമായുള്ള വിഷയം എന്ന് വെച്ചാൽ ഒരു സൈഡ് മുഴുവൻ പ്രതിയുടെ അഡ്വക്കേറ്റ്സാണ്, ഇപ്പുറത്തെ സൈഡ് സാറും 2 പോലീസുകാരും ഞാനും ഉള്ളൂ. മനസ്സിലായ? ആ കോടതിയിൽ ഞങ്ങൾക്ക് അത്ര സുഖകരമായ ഒരു അനുഭവമല്ല. മനസ്സിലായ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ സാന്നിധ്യം വിക്ടിം വക്കീൽ എപ്പോഴൊന്നും പോകേണ്ട കാര്യമില്ല. നേരത്തെ എടുത്ത വക്കീലോട്ട് പോയിട്ടുമില്ല, വല്ല ജൂനിയേഴ്സിനും പറഞ്ഞു വിടുള്ളൂ ഏജ് എടുക്കാനേ. ഞാൻ തന്നെ വേണമെന്ന് സാറ് പറയണേന് സാറിൻ്റെ ഒരു എന്താ പറയുക സെറ്റിങ്സ്, മൈൻഡ് സെറ്റിങ്സിന് എൻ്റെ സാന്നിധ്യം ആവശ്യമായതുകൊണ്ടാണ്. മനസ്സിലായേ? എനിക്കൊരു കേസില്ലാത്തതുകൊണ്ടല്ല ഞാൻ അവിടെ പോയി ഇരുന്നത്. കേസ് എനിക്ക് കേസ് മര്യാദയ്ക്ക് നടത്താൻ പറ്റുമോ? കാരണം തലയിൽ മുഴുവൻ ഈ കേസാന്നേ. ഇപ്പം ഈ 2-3 കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഭ്രാന്തി പോലെ, ഞാനൊരു മനുഷ്യനല്ലേ. എൻ്റെ മകൾക്കാണ് സംഭവിച്ചിരുന്നെങ്കിലോ, തനിക്കാണ് സംഭവിച്ചെങ്കിലോ, നമ്മളൊരു യൂബർ വിളിച്ച് താൻ പോകുന്നു. പേടിപ്പിക്കാൻ പറയില്ല കേട്ടാ. ഇത്രയ്ക്ക് പിച്ച് ചിന്തയപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഗോവയിൽ വെച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ? ഗോവയിൽ വെച്ച്
ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടീനെ പിന്നെയും ഈ എതിർപക്ഷത്തുള്ള ആൾക്കാർ എന്തോരം സൈബർ ആക്രമണം നടത്തണേ ഇപ്പോഴും. മനസ്സിലായേ? ഗോവയിൽ സത്യത്തിൽ എന്തുണ്ടായി, ഇവൻ പ്ലാൻ ചെയ്ത് ഗോവയിലേക്ക് പോയായിരുന്നു. പക്ഷെ ഈ കുട്ടി ഫ്ലൈറ്റിനാണ് പോയത്, മേക്കപ്പ് മാനും ഉണ്ടായി. അതുകൊണ്ട് അവനോട് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഈ കുട്ടിക്ക് അത്രയധികം പരിചയമൊന്നും ഇവനായിട്ടില്ല. ഈ ഗോവയിൽ ആ ഷൂട്ടിങ്ങിന് വേണ്ടി പോയപ്പോഴത്തെ പരിചയം മാത്രമാണ് ഉള്ളത്. പക്ഷെ അവിടെ വെച്ച് ഡ്രൈവറല്ലേ, സ്വാഭാവികമാണ് നമ്മൾ മുഖം ശ്രദ്ധിക്കും. ഇന്ന് വന്ന ഓട്ടോറിക്ഷക്കാരനില്ല എന്നെ കൊണ്ട് ഇവിടെ നിന്ന്, അയാളുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ശ്രദ്ധിക്കും, പ്രത്യേകിച്ച് രാത്രി പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് തിരിച്ചറിഞ്ഞത് അവനെ നിങ്ങൾ ഗോവയിൽ വന്ന ഡ്രൈവറല്ലേ എന്ന് പറയണത്. അതിനും ആ കുട്ടീനെ പഴിക്കുക. ആദ്യം ഒക്കെ ഇത്തരം ഒരു കേസ് പോലും ഇല്ല, അല്ലെങ്കിൽ ഇതുപോലൊന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു. ഈ മെമ്മറി കാർഡ് പോയിരുന്നെങ്കിലേ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെ തെളിയിക്കുക? ഈ കുട്ടിയുടെ മൊഴി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ വിഷ്വൽസ് അതിലില്ലേ, ആ ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? മെമ്മറി കാർഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അതാണ് ഒരു അഡ്വക്കേറ്റിന്റെ എത്തിക്സ് എന്ന് പറഞ്ഞ പൗലോസ് സാർ ചെയ്ത മഹത്തായ കാര്യം. ഇതേ വക്കീല് ഈ സുനിയുടെ വേറൊരു വക്കീൽ എറണാകുളത്തുള്ള ഫോൺ കൊണ്ട് ഏൽപ്പിച്ചത് സുനി, ആ വക്കീല് പോലീസിനോട് സഹകരിച്ചില്ല, ഫോൺ കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു ഫോൺ കായലിൽ എറിഞ്ഞു കളഞ്ഞെന്ന് പറഞ്ഞു. മനസ്സിലായേ? എന്നിട്ട് ഹൈക്കോടതിയിൽ അവിടെ ഡിസ്ചാർജ് പെറ്റീഷൻ വെച്ചപ്പോൾ ഹൈക്കോടതി അവരുടെ ഡിസ്ചാർജ് ചെയ്തും കൊടുത്തു. എന്തൊരു മഹാ പ്രശ്നമാണെന്ന് നോക്കി. മനസ്സിലായ? ആ പ്രതികൾ ഡിസ്ചാർജ് ചെയ്തു. ഇനിയിപ്പോൾ അപ്പീലിന് അവർ വരും. അൺഫോർച്ചുനേറ്റ്ലി ആ ചെയ്ത അയാളുടെ അവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കര പരിതാപകരമാണ്. ഫുള്ളി പാരലൈസറായി പോയി. അവർക്ക് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായി. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ പ്രകൃതിയുടെ ഒരു ശക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണം? ഭയങ്കരമായിട്ട് ഞാൻ കെട്ടിച്ചങ്ങനെ സാറ് പറഞ്ഞത് തന്നെ ഞാൻ വിചാരിക്കാം, ഒരിക്കലും ഒരു ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു സ്ത്രീക്കും ഇത് സഹിക്കാനേ പറ്റില്ല. മരണം വരെ അവരെ ഹോണ്ട് ചെയ്യും, മരണം വരെ. അപ്പം നമുക്ക് കോടതിനോടോ വ്യക്തികളോടോ ഒന്നും നമുക്ക് പ്രയാസം ഉണ്ടായിട്ടല്ല നമ്മളിത് പറയണത്. നാളത്തെ തലമുറ ഇപ്പം എന്താ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ അവസ്ഥ? ഈ പെൺകുട്ടികളൊക്കെ ഇന്ന് രാത്രി കാലങ്ങളിൽ നടക്കുന്നു, അവർ ജോലിക്ക് പോകുന്നു, നൈറ്റിൽ ആണ്. IT മേഖലയിലൊക്കെ നൈറ്റ് തന്നെയാണ് വർക്ക് പലർക്കും. മനസ്സിലായില്ലേ? ധൈര്യമായിട്ട് പോകാൻ കഴിയണമെങ്കിൽ ഒരു പരാതി, ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായ പരാതി കൊടുത്താൽ ജുഡീഷ്യറി ഞങ്ങൾക്ക് പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നീതി ഉറപ്പാക്കും എന്നെങ്കിലും വേണ്ടേ? അതെ, അങ്ങനെ ഒരു ഉറപ്പ് ഈ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാലോകർക്ക് ആർക്കെങ്കിലും കിട്ടിയോ? എത്ര ഡാമേജാണ് ഡെവലപ്പ് ചെയ്ത നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഇത്തരത്തിലുള്ള ഈ നടപടിയുമായി ബന്ധപ്പെട്ടുണ്ടായത്? നമ്മൾ 20 വർഷം പുറകോട്ട് പോയി. മനസ്സിലായ? പെൺകുട്ടികളുടെ മനസ്സ് അങ്ങേറ്റ വേദന കൊണ്ട് പുളയുകയാണ് അവര്. ലോകത്തൊക്കെ സ്ത്രീകള്, ലോകത്ത് തന്നെ സങ്കടം തോന്നും. എനിക്കുള്ള വിഷയം ഇപ്പം എന്താണെന്നറിയാമോ? വൈകുന്നേരം ആകുമ്പോൾ ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും, കരച്ചിലാണ്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ മെൻ്റൽ അവസ്ഥയും പോവുകയാണ്. മാം കഴിഞ്ഞ ഒരുപാട് വർഷമായി കേസിനൊപ്പമാണ്. അപ്പം മാം നേരിട്ട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും, ഇതേപോലെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവും. മാം എങ്ങനെയായിരുന്നു ഈ ഒരു വിഷയത്തെ അതിജീവിച്ചത്? ഒന്നും ഞാൻ കെയർ ചെയ്തില്ല. മനസ്സിലായ? ഇതൊന്നും കെയർ ചെയ്തില്ല. ഒരൊറ്റ കാര്യം ഞാൻ ചിന്തിച്ചുള്ളൂ, ഞാൻ ആ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് എന്നെ സൈബർ ആക്രമണം നടത്തണത്. മനസ്സിലായ? ഞാൻ ശരിയായതുകൊണ്ടാണ് ഇവരെന്നെ സൈബർ ആക്രമണം നടത്തണത്. ഞാൻ ശരിയായതുകൊണ്ടാണ് അവരെന്നെ കൊല്ലുമെന്ന് പറയണത്. മനുഷ്യർക്ക് മരണം ഒരിക്കലേ ഉള്ളൂ. മനസ്സിലായ? മരിക്കണമെങ്കിൽ അങ്ങോട്ട് മരിക്കട്ടെ, നല്ല മരണം കിട്ടൂലേ? ലോകം മുഴുവൻ ഈ ഒരു ആവശ്യത്തിനുള്ളിൽ ഞാൻ മരിച്ചാൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു.
എത്രയോ ഭീഷണിക്കത്തുകൾ എൻ്റെ ചോർച്ചൊക്കെ ഞാൻ പോലീസുകാരുടെ കയ്യിൽ കൊടുത്തു. ഇപ്പം ഒന്നും വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റാൻഡ് ക്ലിയറാണ്. ഞാൻ ദിലീപിനെതിരായിട്ട് നിന്നിട്ടില്ല. ദിലീപിനെതിരായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ എന്താ, വ്യക്തി എന്ന നിലയിൽ അയാളുടെ ഒന്നും ഞാൻ ഇത് ചെയ്തിട്ടില്ല. എനിക്ക് ആ ഇഷ്യൂവിനോടാണ് എനിക്ക് പ്രശ്നം. ആ കുട്ടീനെ അങ്ങനെ ചെയ്തതിൽ അവർക്ക് നീതി കിട്ടണം, അതാണ് എൻ്റെ പ്രശ്നം. മനസ്സിലായി? വേറെ ജുഡീഷ്യറിക്കെതിരായിട്ട് ഞാൻ നിന്നിട്ടില്ല. ഞാൻ ജുഡീഷ്യറിയിൽ പറഞ്ഞത് എന്താ, നമ്മുടെ ജുഡീഷ്യറി അത് ചില ആളുകൾ കളങ്കപ്പെടുത്തുന്നു. ആ കളങ്കം മാറ്റിക്കളയണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ ചെയ്യേണ്ടത്. അതെ, അതിൽ തെറ്റുണ്ടോ? ഇല്ല. എന്നെ കഴിഞ്ഞ പ്രാവശ്യം ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ ഈ കേസിൻ്റെ കാര്യം അന്വേഷിക്കാൻ രജിസ്ട്രാർ അടുത്ത് ചെന്നിരിക്കുന്ന സമയത്ത് അപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ട ഒരു ജഡ്ജി, ഹൈക്കോടതിയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ഒരു ജഡ്ജി, ജില്ലാ ജഡ്ജി ആയിരുന്നു. എനിക്കറിയില്ല, ഞാൻ അവരുടെ കോടതിയിലൊന്നും പോയിട്ടൊന്നുമില്ല. വന്നു. അപ്പം ഞാനിങ്ങനെ ഇരിക്കുകയാണ്, എന്തായി പരാതി, എന്തായി, എവിടം വരെയായി അന്വേഷണം, എവിടം വരെയായി, ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോഴേ മാഡം എന്നെ നമസ്കരിച്ചു. അപ്പോൾ രജിസ്ട്രാർ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു. അറിയില്ലേ മിനി മാഡത്തിന്? മിനി മാഡത്തിന് അറിയുമെന്ന് പ്രത്യേകം ചോദിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആരാണ് പറഞ്ഞത്? നാളെ ജഡ്ജിയുടെ കസേരയിലിരിക്കാൻ പോണ ജഡ്ജിയാണ് അവർ. മനസ്സിലായില്ലേ? അവർക്ക് നമ്മൾ ചെയ്തത് എന്താണെന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് നല്ല ബോധ്യമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ജഡ്ജിമാർ ഹൈക്കോടതിയിൽ വേണം. ചെറുതോ വലുതെന്നല്ല നോക്കണത്. ഞാൻ അവിടെ ഇരുന്നു, ഞാൻ ഇവരെക്കാളും വലിയ ആളാണ്, ഇവർ വെറും വക്കീലാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവരല്ലല്ലോ നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ളവരും ഉണ്ടെന്ന് ഞാൻ പറയണേ. ഹൈക്കോടതി എന്ന് പറയുന്നത് ഒരു മോശം സംവിധാനമല്ല. എന്നെ സംബന്ധിച്ച് 6 മാസം കഴിഞ്ഞ് എൻ്റെ എൻറോൾമെൻറ്റ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതാണ്. ഒരുപാട് ജഡ്ജിമാർ, ഒരുപാട് കൊളീഗ്സ് ജഡ്ജിമാരായി പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവരൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ ഡൗൺ ട്രോഡനായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കേസാണ് അധികം കൊടുക്കുന്നത്. ഒരുപാട് ഫീസൊന്നും വാങ്ങിക്കുകയോ അങ്ങനെ ആ ഫീസിന് വേണ്ടിയിട്ട് മേടിച്ചിട്ട് ലക്ഷറീസ് ആയിട്ട് ജീവിക്കുകയോ എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ വളർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായ? അങ്ങനെ അല്ലാതെയുള്ള വക്കീലന്മാർ, പുതിയ ജനറേഷനിലൊക്കെ പിള്ളേരൊക്കെ അങ്ങനെയൊന്നുമല്ല. എനിക്കതിൽ വലിയ താല്പര്യവുമില്ല. അങ്ങനെ നടക്കും ഞാൻ. ഇതാണ് നമ്മൾ ഇങ്ങനെ നടക്കണ കാണുമ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കുക, കേസിലത്തെ വക്കീലാണെന്ന് വിചാരിക്കണേ. കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമില്ല, നമ്മൾ അധികം പൈസ മേടിക്കണില്ലെന്ന്. ആളുകൾ എന്നെ തേടി വരുന്ന എന്തിനാ? നീതി കിട്ടുമെന്ന് ഉറപ്പാക്കുന്ന ഉള്ളതുകൊണ്ടാണ്. അവരിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല എന്ന് കരുതി നമ്മളത് ചെയ്യാതിരിക്കുന്നത് ശരിയാണോ? കാശുള്ളവന് മാത്രം കേസ് വാങ്ങിച്ചാൽ മതിയോ ഇവിടെ വക്കീലന്മാർ? അപ്പൊ കാശുള്ളവരുടെ കേസ് വാദിക്കുന്ന ആൾക്കാർക്ക് ലക്ഷറീസ് ആയിട്ട് നടക്കാൻ പറ്റും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായ? ലൈഫ് ലോങ് ഞാൻ ഒരിക്കലും അങ്ങനെ പോഷായിട്ട് നടന്നിട്ടില്ല, ഇനിയോട് നടക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. മനസ്സിലായ? ഇനി എനിക്ക് ആ കേസ് ഇല്ല എന്ന് വിചാരിക്കും, മറ്റുള്ളവർക്ക് എന്താ കുഴപ്പം? അതെ, എനിക്ക് മാത്രമല്ല അതിൻ്റെ കുഴപ്പമുള്ളൂ. ഞങ്ങളുടെ ഹൈക്കോടതിയിലും കോടതിയിലും കേസൊക്കെ ഇല്ലാതെ ആവുന്ന എത്രയോ വക്കീലന്മാരുണ്ട്. ഞാനടക്കം ചിലപ്പോൾ ഉണ്ടായേക്കാം. അവർക്ക് ഉപജീവന മാർഗത്തിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഹൈക്കോടതിയും കോടതികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. പ്രായമാവുന്ന ആളുകളുണ്ട്, കേസിന് വേണ്ടി നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അക്കോമഡേഷൻ കൊടുക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ, മീഡിയേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, മീഡിയേഷൻസ് വരുന്നുണ്ട്, അദാലത്ത് സെൻറ്റേഴ്സ് വരുന്നുണ്ട്, അദാലത്തുകളിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ജീവിച്ചു പോയാൽ പോരെ. അപ്പം ഈ പറയുന്നതൊന്നും ഒരു അർത്ഥമുള്ള കാര്യങ്ങളല്ല. ഇനി ആളുകൾ ഇങ്ങനെ പറയുന്നത് അവർ ചീപ്പായതുകൊണ്ട് മാത്രമാണ്. ഒരാളും ചീപ്പല്ലാത്ത ഒരാളും അങ്ങനെ പറയില്ല. അതെ, ഇപ്പം നമുക്ക് തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം മാം പോസ്റ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ മാം നേരിട്ട് അനുഭവിച്ച ഒരു കാര്യം. അപ്പം ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങളോ അല്ലെങ്കിൽ കേസില്ല എന്ന് പറയുമ്പോഴോ മറ്റൊരു വലിയൊരു വിഭാഗം മാമിനും അല്ലെങ്കിൽ ആ അതിജീവിതയ്ക്കും ഒപ്പമാണ് നിൽക്കുന്നത്.
അപ്പം ആ കുട്ടി അതിൽ മാം പറയുന്നുണ്ട് കണ്ണ് നിറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു എന്ന്. മാം ആദ്യം ഭയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം സ്ഥലം ആലുവ ആയതുകൊണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും അപ്പം നമുക്കുണ്ടായ ഒരു ശക്തിയും അതൊക്കെ എന്തായിരുന്നു? എൻ്റെ പൊന്നു മേഡം, എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് അങ്ങനത്തെ അനുഭവമാണ്. ഈ ഫോണിലൊക്കെ വിളിച്ചിട്ട് ഫോൺ നോക്കണം, ഒക്കെ ഇൻ്റർനാഷണൽ കോളുകളാണ് കണ്ടേല്. ഞാനിപ്പോൾ ഇൻ്റർനാഷണൽ കോൾ വരുമ്പോഴേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കില്ല, എടുക്കൂല. കാരണം ആരണാവുന്നൊരു പിടിയില്ലല്ലോ ഇൻ്റർനാഷണൽ കോളൊക്കെ വരുമ്പോൾ. പലതരത്തിലുള്ള തട്ടിപ്പ് ഇവിടെ നടക്കല്ലേ. അതെ അതെ അതെ. ഈ കേസിൽ ഇപ്പം തുടങ്ങിയതല്ല ഇത്. നാട്ടിലുള്ള ഞാൻ എൻ്റെ നാട് ഇരിഞ്ഞാലക്കുടയാണ്. ഇരിഞ്ഞാലക്കുട ഞാൻ പോകുന്നിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് കുറേ നാളുകളായി. വല്ലപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഇപ്പം ഞാൻ അങ്ങോട്ട് പോകാറുള്ളൂ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മയായിരുന്നു, എൻ്റെ അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്, അമ്മാവന്മാരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്. അപ്പോൾ ആ വീട്ടിലിപ്പോൾ ആരുമില്ല. അവരൊക്കെ ബോംബെയിലായിരുന്നു. പിന്നെ പലരും മരിച്ചൊക്കെ പോയി. അപ്പോൾ ഒരു മാമൻ എനിക്ക് അവിടെ ഉള്ളു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഞാൻ പോവുള്ളൂ. അപ്പോൾ എനിക്ക് ആളുകളുടെ ഫേസൊക്കെ ഞാൻ മറന്നു പോകില്ല ഇത്ര വർഷങ്ങളാകുമ്പോഴേ. ഈ എവിടെയോ ഉള്ള മനുഷ്യർ, എന്നെ കുഞ്ഞിലേ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ട് അവർ എത്ര സന്തോഷത്തിലാണ് എന്നോട് സംസാരിക്കണത്, മനസ്സിലായ? ഈ ലോകത്തിൽ നിന്ന് പിന്നെ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോൾ ഈ വിളിച്ചിട്ട് സ്ത്രീകളിങ്ങനെ കരയണതാണ്. എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റില്ലാന്ന്. ഞാൻ എന്ത് മറുപടിയാണ് പറയണത്? എനിക്ക് മാത്രമല്ല കേട്ടോ അനുഭവം. നിങ്ങൾ ദിലീപിൻ്റെ പുതിയ സിനിമയുടെ പ്രൊമോഷനില്ലേ, ആ പ്രൊമോഷൻ 10-250 ഇത് വെച്ചിട്ടാണ് ആൾ ചെയ്യുന്നത്. എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കൂടി ഉപയോഗിക്കുന്നത് ഇവരെയാണ്, മനസ്സിലായ? അതിൽ അടിയിൽ വരുന്ന കമൻറ്റുകൾ അയാളുടെ പ്രൊമോയില് നിങ്ങൾ വായിച്ചു നോക്ക്, മനസ്സിലായ? ലോകം എങ്ങനെയാണ് എൻ്റെ പ്രവർത്തികൾ കാണുന്നതെന്ന്. മേഡം ഒരു കാര്യമുണ്ട്, ഈ 2 വർഷം ഉണ്ടല്ലോ, ഇപ്പം നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഇല്ലേ, ഞാൻ പൂർണ്ണമായും ഒറ്റയ്ക്കായിരുന്നു. ആരും അന്വേഷിച്ചിട്ടില്ല. ഈ കേസില്ലാതെ വക്കീൽ എന്നൊക്കെ പറഞ്ഞല്ലോ, ശരിയായിരിക്കാം. പക്ഷെ ഓട്ടോറിക്ഷയ്ക്ക് എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിട്ടില്ല മേഡം. ഓട്ടോറിക്ഷയ്ക്ക് കോടതി വരെ പോകണ്ടേ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എൻ്റെ പണി ചെയ്യണില്ലേ, മനസ്സിലായ? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എൻ്റെ പൈസ ഉണ്ടായിട്ടില്ല. ഞാൻ ആരുടെ എറണാകുളം നഗരത്തിൽ എന്നെ അറിയാത്ത ആൾക്കാരില്ല. ആര് വേണമെങ്കിലും എനിക്ക് ഊണ് വാങ്ങിച്ചു തരും. എനിക്ക് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഉണ്ട്, മനസ്സിലായ? അവരെന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. പക്ഷെ ഞാൻ എങ്ങനെ അവരോട് പറയും? നടന്നു പോയിട്ടുണ്ട് മേഡം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ജില്ലാ കോടതിയിലേക്ക്. ആരോടും ഞാൻ പറയാം? കേസില്ലാത്തതുകൊണ്ടല്ല. ഞാൻ ആ കേസ് ചെയ്യാൻ എൻ്റെ ശ്രദ്ധ ഇതിൽ നിന്ന് പോയില്ലേ, മനസ്സിലായില്ലേ? ഇതിനിടയിൽ എൻ്റെ ഒരു ഓഫീസുണ്ട്, സിസ്റ്റം. 3-5-6 പേര് എൻ്റെ ഇതുകൊണ്ട് ഉപജീവനം കഴിഞ്ഞ കുടുംബങ്ങളുണ്ട്. അവരുടെ കാര്യം നോക്കണ്ടേ എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ അവർക്ക് കൊടുക്കും. ചിലപ്പോൾ ഞാൻ ഓട്ടക്കാലനെയാണ്, പക്ഷെ ഞാൻ തിരിഞ്ഞു നടന്നിട്ടില്ല മേഡം. ഞാൻ അപ്പോഴും മുന്നോട്ടേ പോയിട്ടുള്ളൂ. ഇന്ന് എന്നെ ആക്ഷേപിക്കുന്ന എത്ര പേര് വേണമെങ്കിലും ആക്ഷേപിച്ചോട്ടെ. ഇന്ന് ഈ പൾസസൂര്യനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരാൾ കാരണം കൊണ്ടാണെന്ന് എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും. ഞാൻ ആ കേസ് അന്ന് ചെയ്തില്ല എങ്കിൽ പൾസസൂര്യക്ക് ശിക്ഷ കിട്ടില്ല. അതിനാണ് അവർ ആ കൃത്രിമം ചെയ്തു വെച്ചത്. എൻ്റെ മുന്നിൽ എന്നെ ഇപ്പം എതിർഭാഗം വക്കീലന്മാരില്ലേ, രാമള സാറ്, ഫിലിപ്പ്, എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഫിലിപ്പൊക്കെ. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാലം മുതലേ എന്നെ അറിയണവരാണ്. ഞാൻ പഠിക്കണ കാലത്ത് മുതലേ എന്നെ അറിയുന്നവരാണ്. എനിക്ക് അവരോടൊന്നും ഒരു ദേഷ്യമില്ല. അവരവരുടെ കേസ് ചെയ്യുന്നു, അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലാതെ നമ്മൾ അതിന് വേണ്ടി ഒരു കേസല്ലേ ഇത്. കേസ് ചെയ്യുമ്പോൾ നമ്മൾ കേസ് കഴിഞ്ഞാൽ അതോടെ ആ വിഷയങ്ങളും തീരണം. അതാണ് പ്രൊഫഷൻ. അതിജീവിതയുടെ കൂടെ ഞാൻ മരണം വരെ ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ ആവശ്യം അവർക്ക് വരില്ല. ആവശ്യപ്പെടുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. കാരണം അവർക്ക് അവരുടെ ഫാമിലി, അവരുടെ സിസ്റ്റം, അവരങ്ങനെയായിട്ട് പോകുന്നുണ്ടാവും. പറവൂർ കേസിൽ പെൺകുട്ടി അവിടെ കേസിന് വന്നത് ഇദ്ദേഹം ഉണ്ടായിരുന്നോടോ അവിടെ കോടതിയിൽ BMW പറവൂർ കേസിൽ ഞാൻ കേസ് നടത്തി
CNM രാമേന്ദ്രൻ നായർ സാറ് ഓർഡർ കൊടുത്ത് അവർക്ക് വീട്, ജോലി, പഠിപ്പ് എല്ലാം ചെയ്തു കൊടുത്തത് എൻ്റെ കേസിലാണ്. അന്നത്തെ ആ കുട്ടി ഈ കേസിൻ്റെ അവരുടെ കേസിൻ്റെ വിസ്താരത്തിന് അവിടെ വന്നിറങ്ങിയത് BMW ഞാനൊരു പാട്ട സ്കൂട്ടറായിട്ടാണ് ഇറങ്ങുന്നത്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു മാഡം. എന്താ സന്തോഷത്തിൻ്റെ കാര്യം? ഞാൻ ചെയ്ത് ഒരു പെൺകുട്ടി ഇന്ന് വില്ലയിലാണ് ആ പെൺകുട്ടി ജീവിക്കണേ. വില്ലയിൽ ജീവിക്കുകയും BMW പോവുകയും ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് ആ കുട്ടി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. ആ കുട്ടി വീണ്ടും വേറെ എന്തെങ്കിലും ലൈനിൽ പോയി അല്ലേ? ഇതൊക്കെ നമ്മൾക്ക് ഈ പ്രകൃതിയിൽ സത്യമുണ്ട്. ആ സത്യം നമുക്കൊരു മുട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ജീവിച്ചു പോയില്ലേ, അത് മതി. ഞാൻ ഒരാളുടെ അടുത്തും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്, ഈ കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് അതിജീവിതയുടെ കേസ് ചെയ്തത്. 6 പ്രതികളെ ശിക്ഷിച്ചു. 4 പ്രതികൾ വെറുതെ വിട്ടു എന്ന് കരുതി ആ കേസ് തോറ്റുപോയി എന്നാരും കരുതരുത്. അതിൻ്റെ ആവശ്യമില്ല. ഒരു ജഡ്ജിയുടെ കണ്ണിൽ അതൊക്കെ തെളിവായി കാണാൻ പറ്റുമോ എന്ന് നോക്കി എന്ന് കരുതി അപ്പീൽ കോടതിയിൽ പോകുമ്പോൾ അങ്ങനെ ആവണം എന്നില്ല. ഇപ്പം തന്നെ ചില ആളുകൾ സംശയങ്ങൾ ഉന്നയിച്ചില്ലേ, എന്തുകൊണ്ട് തെളിവ് നശിപ്പിച്ച ആൾക്കാരെ പ്രതിയാക്കിയില്ല? കോടതിയിൽ കേസ് എവിഡൻസിൽ വരുമ്പോൾ കോടതി ചെയ്യണ്ടേ? അതുപോലെ ചില കണ്ണികൾ, ഇപ്പം നാദിർഷ, അപ്പുണ്ണി, അതുപോലെ ആളുകൾ എന്തുകൊണ്ട് പ്രതിയായില്ല? അപ്പോൾ സ്വാഭാവികമായി ചിലപ്പോൾ ഈ കേസ് വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വരാം മാഡം. ഇതൊന്നും ചെറിയ കാര്യമല്ല. ആളുകൾ ഇത് വിട്ടു, ഞാൻ രക്ഷപ്പെട്ടു, ഈ ഏറ്റവും ചെറിയ കോടതി ഇത്. അത് മനസ്സിലാക്കണം. ആ വിധി വന്നതിന് ശേഷം ലഡു വിതരണവും അതുപോലെ തന്നെ ഇപ്പം പലരും പറഞ്ഞൊരു കാര്യമാണ് തിരക്കഥയിൽ എന്ന പോലെയാണ് പ്രതികരിച്ചത് എന്നൊക്കെ. അപ്പം ആ വിഷയങ്ങളോട് അതൊന്നും എനിക്കറിയില്ല. ലഡു വിതരണം ചെയ്തു എന്ന് ചാനലുകളിൽ ഞാൻ കണ്ടത്. ഞാൻ കോടതിയിലല്ലായിരുന്നു. മനസ്സിലായി. ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ക്യാമറമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആള് അവിടെ വന്നപ്പോൾ തന്നെ ലഡു ഉണ്ടായിരുന്നു എന്ന് ക്യാമറമാന്മാർ പറഞ്ഞു. പിന്നെ ഇപ്പം വന്നിരിക്കുന്ന ഒരു ലെറ്റർ ഉണ്ടല്ലോ മാഡം, ഹൈക്കോടതി അസോസിയേഷന് ഈ ജഡ്ജ്മെന്റ് ലീക്ക് ആയി എന്ന് പറയുന്നത് ഊമക്കത്ത്. അതൊരു ഊമക്കത്താണെങ്കിലും അത് ഹൈക്കോടതി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് കൊടുത്തു അന്വേഷിക്കാൻ പറഞ്ഞിട്ട്. നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ജുഡീഷ്യറിക്കെതിരെ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പോലീസിനെതിരായിട്ടാണെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർ കാര്യം എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കുക എന്നുള്ളതാണ് അല്ലേ? അതെ, അന്വേഷിക്കട്ടെ. അപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ, അദ്ദേഹം ഹൈക്കോടതി ജഡ്ജല്ലായിരുന്നു. അദ്ദേഹം വീഡിയോ ചെയ്തു, പല ചാനലിലേക്ക് ഇൻ്റർവ്യൂ കൊടുത്തു. അദ്ദേഹത്തിന് ആ കത്ത് കിട്ടി. അതിൽ സാറ് പറയണ അതിശയം എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ് 2-ാം തീയതി അയാൾ എഴുതിയിരിക്കുന്ന ശിക്ഷ 6 പ്രതികൾക്ക് ശിക്ഷ കൊടുക്കും, 4 പ്രതികളെ വെറുതെ വിടും. നമ്മളാകെ 8-ാം പ്രതിനെ മാത്രം വെറുതെ വിടുന്നതാണ് ആളുകൾ സംശയിച്ചിരുന്നത്. പക്ഷെ ബാക്കി 4 പ്രതികളെ വെറുതെ വിടും, 6 പ്രതികളെ ശിക്ഷിക്കും എന്ന് അയാൾ പറഞ്ഞ കാര്യം ജഡ്ജ്മെന്റിന് ശരിയായി വന്നപ്പോൾ സ്വാഭാവികമായും എന്ത് വേണ്ടേ? അന്വേഷിക്കണ്ടേ മാഡം? വേണം. അപ്പം അത് അന്വേഷിക്കുക എന്ന് പറയുന്നതാണ് അതിലേക വഴി. അതല്ലാതെ അത് മൂടി വയ്ക്കാൻ പാടില്ല. മൂടി വയ്ക്കുമ്പോൾ പിന്നെയും ജുഡീഷ്യറിനോട് ആളുകൾക്ക് സംശയം ഉണ്ടാവുകയുള്ളൂ. കാരണം ഇത് ഒരാൾക്കല്ല കത്ത് കിട്ടിയത്, പല ജഡ്ജിമാർക്ക് കിട്ടി, പല പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് കിട്ടി. ആരെങ്കിലും ഒരാളൊക്കെ ഇത് പുറത്തു വിടില്ലേ? അപ്പം മൂടി വയ്ക്കാൻ പാടില്ല. അന്വേഷിച്ചോട്ടെ, അന്വേഷിച്ച് കൃത്യമായിട്ട് കാരണം ജുഡീഷ്യറി അത്രയും കറപ്റ്റഡ് ആയി പോയോ എന്നൊരു ചിന്ത ആളുകൾക്ക് ഉണ്ടാവില്ലേ? അതല്ലാന്ന് തെളിയിക്കേണ്ട ബാധ്യതയും ജുഡീഷ്യറിക്ക് തന്നെയാണ്. അതുകൊണ്ട് അന്വേഷണം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇപ്പം ഈ മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കുവാണെങ്കിൽ, ഈ പറയുന്ന നടൻ്റെ ഒരു പുതിയ സിനിമ വരാൻ പോവുകയാണ്. നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ. അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചു എന്നത് വലിയ രീതിയിൽ ആണ് പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തി വിട്ടിരിക്കുന്നത്. എന്താണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? മോഹൻലാൽ ഒരിക്കലും അത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ഇവരൊക്കെ മോഹൻലാൽ AMM എന്ന് പറഞ്ഞ സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്താണ് ഈ കുട്ടിക്ക് സംഭവം ഉണ്ടായത്.
ആ കുട്ടി ആ സമയത്ത് അതിൽ മെമ്പറായിരുന്നു അല്ലേ. ഈ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് 8-ാം പ്രതിനെ വെറുതെ വിട്ടിട്ടില്ല കോടതി. ഇല്ല. അപ്പം അത് കമ്മിറ്റ് ചെയ്തു എന്ന് പറയണത് അങ്ങേറ്റം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങേറ്റം തെറ്റായിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായിട്ട് പുറത്തുവിട്ടെങ്കിൽ എന്ന് ഞാൻ ഒരു നിമിഷമായി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മേഡത്തിന് മനസ്സിലായിട്ടുണ്ടാവുമായിരുന്നു. ഇപ്പം നമുക്കറിയാം ആ സിനിമ മോഹൻലാൽ ഫാൻസ് പോലും ഇപ്പം ഇപ്പം മോഹൻലാൽ തന്നെ അതിൻ്റെ ഒരു ട്രെയിലർ ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കമൻസ് മൊത്തം സിനിമ കാണില്ല എന്നുള്ള രീതിയിലാണ്. ഈ ട്രെയിലറിൻ്റെ പരസ്യത്തിൽ ഇവർ 250 പേരെ ഇരുത്തി നിങ്ങൾ കാണില്ലേ എന്ന് പറഞ്ഞ് അതിൻ്റെ അടിയിൽ ആരെയും ചെന്ന് നോക്കിയാൽ ചത്തുപോകുള്ളവർ. ഈ മോഹൻലാലായാലും ദിലീപാണെങ്കിലും അത്ര മോശമായ കമൻ്റ് തന്നെ അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ചില ആളുകൾ ചില പ്രൊമോഷൻ നടത്തുന്ന യൂട്യൂബ് ചാനലുകളുണ്ടല്ലോ, അവർ ഈ കമൻറ്റ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കാം. കമന്റ് ചെയ്യാൻ പറ്റാത്ത കമന്റ് കാണാൻ പറ്റാത്ത കേരളം ആ നിലയിലേക്ക് അത് മാത്രമേ ഇതിന് ശിക്ഷ ഉണ്ടാവുള്ളൂ മാഡം. ചില കേസുകൾ നിയമം ശിക്ഷിക്കില്ല, ജനങ്ങൾ ശിക്ഷിക്കണം. കഴിഞ്ഞ ദിവസം KSRTCയിലും അതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട്. KSRTCയിലെ ആ സംഭവത്തിൽ പ്രത്യേകത എന്തായിരുന്നു മാഡത്തിന്? ഒരു ആൺകുട്ടിയാണ്, 10 വയസ്സുകാരെ ആൺകുട്ടിയാണ് അമ്മയ്ക്ക് ചൂണ്ടിക്കാട്ടി കൊടുത്തത് ഇയാളുടെ പടം വെച്ചേക്കണമെന്ന്. അമ്മ ശ്രദ്ധിച്ചില്ല, അമ്മ ഫോണിൽ ഇരിക്കായിരുന്നു. മനസ്സിലായ? ആ ന്യൂ ജനറേഷൻ വേണം അതിന് എതിരായിട്ട് വരാനായിട്ട്, ഈ അനീതി എന്ന് പറയുന്ന സാധനത്തിന്. മനസ്സിലായ? അപ്പം അതുപോലെ തന്നെ കരയോഗത്തിന് ഉദ്ഘാടനത്തിന് വെച്ചിട്ട് മാറ്റി വെച്ചില്ലേ? മാറ്റി. എവിടെ വരുമ്പോഴും ജനങ്ങൾ അയാൾക്ക് എതിരായിട്ട് വരുമ്പോൾ മാത്രമേ അയാൾ ഒറ്റപ്പെടുള്ളൂ. ഈ കുട്ടി അനുഭവിച്ച 8 വർഷത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ വേദന അത് ഈ കുറ്റകൃത്യം ചെയ്ത മനുഷ്യർ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതിന് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കണ്ടേ? അതുമാത്രം നമ്മൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഓടിപ്പിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ബഹിഷ്കരിച്ചിട്ടാണ്. വസ്ത്രം ബഹിഷ്കരിച്ചത് നമ്മ, അവരെ ബഹിഷ്കരിച്ചത് നമ്മ. ഏറ്റവും നല്ല ആയുധം അതായിരുന്നു. നമ്മൾ അടിയുണ്ടാക്കുക, തല്ലുണ്ടാക്കുക, ബോംബിടുകയൊക്കെ എല്ലാം ചെയ്തു. നമ്മൾ ഗാന്ധി മാർഗം എന്തായിരുന്നു? അഹിംസയായിരുന്നു, ബഹിഷ്കരണമായിരുന്നു അല്ലേ? ഇത്തരം നീചന്മാർക്കെതിരെ അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ചെയ്യും കേരളം എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ വിളിക്കുന്ന ആളുകൾ, എത്രയോ ആളുകൾ വിളിക്കുന്നു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട്. പിന്നെ നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു സാധനം കൂടിയാണ്. പക്ഷെ ജനങ്ങളുടെ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുന്നതിന് നിയമം ഒരു തടസ്സമേ അല്ല. മനസ്സിലായില്ലേ? കോടതിയുടെ വഴിക്ക് തീരുമാനിച്ചോട്ടെ, കോടതിയുടെ കാര്യങ്ങൾ നടന്നോട്ടെ, ജനങ്ങളുടെ പ്രതിഷേധം നടത്തട്ടെ. അപ്പോഴല്ലേ ജനാധിപത്യം വരുന്നത്. ജനങ്ങൾക്ക് എന്ത് വേണം? ജനങ്ങൾ പറയുന്നതനുസരിച്ച് ഒരാളെ ശിക്ഷിക്കേണ്ട നിങ്ങൾ. പക്ഷെ ജനങ്ങൾ പറയുന്ന ആളെ അവരുടെ ആ വികാരം കൂടി മനസ്സിലാക്കി കോടതി ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ജനാധിപത്യത്തിനും ജനാധിപത്യ പ്രക്രിയയ്ക്കും വലിയ അപകടമാണ്. ജനങ്ങൾക്ക് ജുഡീഷ്യറിയോട് ഇതുണ്ടാവില്ല, നിയമം ജനങ്ങൾ കയ്യിലെടുക്കും. അങ്ങനത്തെ ഒരു അപകടമല്ലേ ഇതിൽ? നമ്മളൊരു കേസിൽ ഇതുപോലെ റേപ്പ് ചെയ്ത ഏതോ ഒരു പെൺകുട്ടീനെ റേപ്പ് ചെയ്തില്ലേ, ആ കേസിൽ ആ പ്രതികൾ ആ പോലീസുകാരെ വെടിവെച്ച് കൊന്നു 2 പേരെ. എന്തായിരുന്നു രാജ്യം മുഴുവൻ പോലീസുകാരനോടൊപ്പമല്ലായിരുന്നേ? എന്തോ കാരണങ്ങളൊന്നും നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ വലിയ കോൺട്രവേഴ്സി ഉണ്ടായി. എങ്കിലും ആ ചെയ്ത കാര്യത്തിനാണ് ജനങ്ങൾ കൂടെ നിന്നത്. എന്താ കാര്യം? ഈ സംവിധാനത്തിന് വിശ്വാസമില്ലാണ്ട്. ആ വിശ്വാസം സൂക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വം? ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്വം. നമ്മൾ കയറി നമ്മുടെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ നികേഷാണ് പറഞ്ഞേക്കണേ, ആളുകൾക്ക് അധികാര സ്ഥാനത്ത് എത്തുമ്പോഴേ ഹോർമോൺ ചേഞ്ച് വരുന്നു. എനിക്കറിയില്ല, അതൊരു ഡയലോഗാണ്. ഇനി എന്തായിരിക്കും അടുത്ത നടപടികൾ എന്ന് നോക്കുമ്പോൾ? അല്ല, ഇനി എന്തായാലും പ്രോസിക്യൂഷൻ അപ്പീൽ പോകും, സർക്കാർ അപ്പീൽ പോകും. അതിജീവിത പൈസ ചിലവാക്കണമെന്നോ അപ്പീൽ പോകണമെന്നോ ഒക്കെ തീരുമാനിക്കേണ്ടത് അവരുടെ ഒരു സാമ്പത്തിക അവസ്ഥയും കൂടി അവർ പരിഗണിച്ചിട്ടാണ്. അതിൽ അവരെന്താ വെച്ചാൽ അതിന് ടൈമൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ നാളെ തന്നെ കയറി കൊടുക്കണമെന്നൊന്നുമില്ല. മനസ്സിലായി? അതിജീവിതയ്ക്ക് ഇപ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു റൈറ്റ് പോലും വന്നിരിക്കുന്നത്. വിക്ടിമിന് അപ്പീൽ കൊടുക്കാനുള്ള റൈറ്റ് വന്നിരിക്കുന്നത്.
മനസ്സിലായി. നേരത്തെ ആ റൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. പ്രോസിക്യൂഷന് മാത്രമേ അപ്പീൽ കൊടുക്കാൻ പോലും റൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അമെൻമെൻ്റ് ആണ് നമുക്ക് വിക്ടിമിനും അപ്പീൽ കൊടുക്കാം, വിക്ടിമിനും പറയാം, വിക്ടിമിനും കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോൾ പുതിയ BNSലും BNSSലും ഒക്കെ അതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. മാം തന്നെ ആയിരിക്കുമോ അവിടെ? ഇല്ല, വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ അവർ കൊണ്ടുവരണം, വേറെ പുതിയ ലോയേഴ്സിനെ കൊണ്ടുവരാൻ. മറ്റത് ഞാൻ പ്രോസിക്യൂഷൻ അസിസ്റ്റ് ചെയ്യാനല്ലേ പോയത്, മനസ്സിലായി. അത് അവർ കുറേം കൂടി ക്രിമിനൽ ലോ കോൺട്രഡിക്ഷൻ ഇല്ലാതെ തന്നെ പ്രോസിക്യൂട്ടർ കൂടെ നിന്നിട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അവർ കൊണ്ടുവരുമായിരിക്കും. അല്ല, എൻ്റെ സഹായം പറഞ്ഞാൽ ഞാൻ അപ്പോഴും കൊടുക്കും. ഇത്രേ ഹാർഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടും വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വേറെയുണ്ട്. അതുകൊണ്ട് അത്രയും ഒരു തുടർച്ചയായിട്ടൊക്കെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഫാമിലിയിലെ മറ്റ് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ മകള്, അത് പറയാം നിങ്ങളുടെ അടുത്ത്, എൻ്റെ മകള് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവളുടെ പ്രസവം എടുക്കുന്ന ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ തുടർച്ചയായിട്ടൊന്നും മാറി എനിക്ക് ഒരു 5-6 മാസം എനിക്ക് ലീവ് എടുക്കേണ്ടി വരും ഈ പ്രൊഫഷനിൽ നിന്ന് തന്നെ. എനിക്ക് ഓഫീസിൽ അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു നല്ലൊരു സൗകര്യമുണ്ട്. നേരെ ഇപ്പോൾ ഞങ്ങൾക്ക് ഓൺലൈനിൽ കേസൊക്കെ പറയാം, ഡ്രാഫ്റ്റും ചെയ്യാം, ഞങ്ങൾക്ക് ഫയലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട്ടിലിരുന്നായാലും ആ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് എപ്പോൾ വേണം എന്നെ, അപ്പം ഞാൻ പോകും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. കാരണം അതിജീവിതയോടൊപ്പം അല്ലെങ്കിൽ അവൾക്കൊപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു മാമിൻ്റെ കൂടെ ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും, ഞാൻ മരിച്ചാലും നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെയൊക്കെ സഹായം വേണം, മനസ്സിലായ? തീർച്ചയായും. ഇപ്പോൾ ഈ പണമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളോ മാത്രമല്ല, ഇത്തരത്തിലായി പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടാവും, മനസ്സിലായ? ഒരു കൈത്താങ്ങില്ലാതെ പെട്ടുപോകുന്ന ചില ആളുകൾ, മനസ്സിലായില്ലേ? അവർക്കൊരു കൈത്താങ്ങാവാൻ അടുത്ത തലമുറയിൽ നിന്നും ആളുകൾ വേണം. എനിക്കിനി എത്ര കാലം ഉണ്ടാവും? എനിക്ക് 56 വയസ്സായില്ലേ? അങ്ങനെ ആളുകൾ ഉയർന്നു വരട്ടെ. അതാണ് 1000 ആളുകൾ ഉയർന്നു വരട്ടെ, 1000 സ്ത്രീകൾ ഉയർന്നു വരട്ടെ. തീർച്ചയായും ഉയർന്നു വരും. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.